ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മെയ് 2 പെസഹാകാലം 2-ാം വാരം വെള്ളി. ക്രിസ്തുവിൽ എത്രയും സ്നേഹവും ബഹുമാനവുമുള്ളവരെ, തിരുസഭാ മാതാവ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. 5 അപ്പവും 2 മീനും 5000-ഓളം പേർക്ക് ഈശോ വർദ്ധിപ്പിച്ചു നൽകുന്ന സുവിശേഷ സംഭവത്തിലേക്കാണ് തിരുസഭാ മാതാവ് നമ്മുടെ ശ്രദ്ധയെ സ്നേഹപൂർവം ക്ഷണിക്കുക. ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന ഗുരുവിൻ്റെ ചോദ്യത്തിൽ നിന്നാണ് സുവിശേഷത്തിൽ അത്ഭുതത്തിനുള്ള കളം ഒരുങ്ങുന്നത്. ഗുരുവിൻ്റെ പരീക്ഷണത്തിന് മുന്നിൽ പതറിപ്പോയ പീലിപ്പോസിൻ്റെ മറുപടി ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല എന്നതാണ്. ഗുരുവിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയല്ല സുവിശേഷത്തിൽ ശിഷ്യൻ നൽകുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. കാരണം എവിടെ നിന്ന് വാങ്ങും എന്നതായിരുന്നു ഗുരുവിൻ്റെ ചോദ്യം. എന്നാൽ ശിഷ്യൻ്റെ മറുപടി എന്ത് ചിലവ് വരും എന്നതും. ചോദ്യവും ഉത്തരവും അത്രയ്ക്കങ്ങ് ചേർന്നു പോകുന്നില്ല. അപ്പം നൽകാനുള്ള അനുകമ്പാർദ്രമായ ആഗ്രഹമാണ് ഗുരുവിൻ്റെ ചോദ്യത്തിനു പിന്നിൽ. എന്നാൽ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിതപ്പാനുള്ള തത്രപ്പാടാണ് ശിഷ്യന്റെ മറുപടിയിൽ. അപ്പോസ്തലനായ പീലിപ്പോസിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത, പ്രശ്നത്തിന് പരിഹാരം എന്നതിനേക്കാൾ സ്വന്തം ഭാഗം സേഫാക്കാൻ നോക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സാധാരണക്കാരുടെയും പ്രതിനിധിയാണ് സുവിശേഷത്തിലെ പീലിപ്പോസ്. കാര്യങ്ങളെ ബുദ്ധി കൊണ്ട് വിലയിരുത്താൻ ശ്രമിക്കുന്നവരാണ് ഇവരിൽ അധികവും. കണക്ക് പുസ്തകം മടക്കി വെച്ച്, കണക്ക് കൂട്ടലുകളെ പാടെ ഉപേക്ഷിച്ച് കർത്താവിൽ ആശ്രയിക്കുവാൻ മനസ്സുണ്ടാകുന്നിടത്താണ് അത്ഭുതങ്ങളുടെ ആരംഭം. അവിടെ സ്വന്തം ഭാഗം സേഫാക്കാനുള്ള ശ്രമങ്ങളില്ല. കർത്താവിന് പ്രവർത്തിക്കാനുള്ള സ്പേസാണ് പ്രധാനം. അപ്പോസ്തലനായ പീലിപ്പോസ് പരാജയപ്പെട്ടു പോകുന്നത് ഇവിടെയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇല്ല, തികയില്ല എന്ന് പീലിപ്പോസ് പറഞ്ഞു നിർത്തിയ ഇടത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നത് അന്ത്രയോസാണ്. 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. അത്ഭുതങ്ങൾ അകലെയല്ല എന്ന ആഴമേറിയ ധ്യാനത്തിന് അന്ത്രയോസ് സുവിശേഷത്തിൽ ഒരു നിമിത്തമാകുന്നുണ്ട്. അവർക്ക് മുന്നിലെ സാധ്യതകളിലേക്ക് ആദ്യം ഓടിയെത്തുന്നതും അന്ത്രയോസാണ്. പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം നമുക്കിടയിൽ ദാ ഇവിടെ തന്നെയുണ്ട് എന്ന സുശക്തമായ ചിന്തയിലേക്ക് വഴിയൊരുക്കുന്ന അന്ത്രയോസ് സുവിശേഷത്തിൽ നടത്തുന്ന ശ്രമം തികച്ചും ശ്ലാഘനീയമാണ്. പക്ഷേ ഇത്രയും പേർക്ക് ഇതെന്തുണ്ട് എന്ന സംശയത്തിൽ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളുടെ തിളക്കം ചോർന്നു പോകുന്നു. അത്ഭുതങ്ങൾ അകലെയല്ല എന്ന പാഠം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒന്നിനെയും ഒരാളെയും വില കുറച്ച് കാണാതിരിക്കുക എന്ന പാഠവും. സാധ്യതകളിലേക്ക് ആദ്യം ഓടിയെത്തിയിട്ടും സംശയത്തിൻ്റെ കുരുക്കിൽ പെട്ടുപോയ അന്ത്രയോസ് ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത്ഭുതങ്ങളുടെ വഴിയിലെ മാർഗതടസ്സം വിശ്വാസരാഹിത്യം മാത്രമല്ല, സംശയങ്ങളുടെ കുരുക്കുകൾ കൂടിയാണ്. സംശയത്തിൻ്റെ കുരുക്കിൽപ്പെടാതെ നമുക്ക് മുന്നിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് വിശ്വാസപൂർവ്വം അത് ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നിടത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. എന്തിനേയും ഏതിനേയും വിമർശിക്കുകയും വില കുറച്ച് കാണുകയും ചെയ്യുന്നവരുടെ ഹൃദയത്തിലാണ് ഇനി അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, വളരെ ലളിതമായി അത്ഭുതത്തെ കൂടി നിർവചിച്ചുകൊണ്ട് ഈ സുവിശേഷ വിചിന്തനം അവസാനിപ്പിക്കട്ടെ. എന്താണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്ഭുതം? ഒരുവന്റെ നന്മയിൽ ദൈവം നടത്തുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അത്ഭുതം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ,
ഒരുവന്റെ നന്മയിലുള്ള ദൈവത്തിൻ്റെ പങ്കുചേരലാണ് യഥാർത്ഥ അത്ഭുതം. തനിക്കുള്ളത് അപരനുമായി പങ്കുവയ്ക്കുവാൻ ആ കുട്ടി കാണിച്ച മനസ്സിൻ്റെ നന്മയിൽ ദൈവം നടത്തുന്ന ഇടപെടലുകളാണ് സുവിശേഷത്തിൽ അത്ഭുതത്തിൻ്റെ അടിസ്ഥാനം. അത്ഭുതത്തിൻ്റെ മാനദണ്ഡം ദൈവത്തിൻ്റെ ഇടപെടലുകൾ മാത്രമല്ല, മറിച്ച് നന്മയുള്ള ഒരു മനസ്സുകൂടിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഇതുവരെയും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പരിതപിക്കുന്നവരും പരാതിപ്പെടുന്നവരും സ്വമനസ്സിൻ്റെ നന്മ കൂടി പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്ഭുതങ്ങൾ അകലെയല്ല എന്ന ഓർമ്മപ്പെടുത്തലിൽ ഈ വിചിന്തനത്തെ സംഗ്രഹിക്കട്ടെ. നൽകാൻ മനസ്സുള്ള ഇടത്ത്, പങ്കുവയ്ക്കുവാൻ മടിയില്ലാത്ത ഇടത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ദൈവം ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരിക്കും. അത് കൺമുന്നിൽ മാത്രമല്ല, ഹൃദയത്തിൻ്റെ ഉള്ളറയിലും അങ്ങനെ തന്നെ. കണക്ക് പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് സംശയത്തിൻ്റെ കുരുക്കുകൾ ഓരോന്നായി അഴിച്ച് ഏറ്റവും നിസ്സാരമായതിൻ്റെ പോലും മൂല്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നൽകാൻ മനസ്സുണ്ടാകുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുകയായി. ഇതാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്ഭുതത്തിൻ്റെ സമവാക്യം. ദൈവം നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.